നമസ്കാരം. തെറ്റു ചെയ്താൽ അത് ദൈവം തമ്പുരാനായാലും ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. മാസപ്പടി കേസിൽ പിണറായി ആയാലും മകൾ വീണയായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ തീരൂ. വിവാദത്തിൽ ഒരു അന്വേഷണവും റെയ്ഡും വന്നപ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ ഇരിക്കപ്പൊറുതി ഇല്ലാതായ അവസ്ഥയിലെത്തിയിരിക്കുന്നത് സാക്ഷാൽ സഹാക്കളാണ്. ലവലേശം ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ ഈ സഹാക്കൾ ഒന്ന് മാറി നിൽക്കണം. അതായത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതണം. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMLR-ഉം തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന കേരള ഹൈക്കോടതിയുടെ നിർണായക വിധി എത്തിയത് കഴിഞ്ഞ ദിവസമാണ്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളിയതോടെയാണ് മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടർന്നത്. ഇതിന്റെ ഭാഗമാണ് റെയ്ഡ് ഉണ്ടായത്. എന്നാൽ അതിന്റെ പഴി മുഴുവൻ UDF സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. മുഖ്യമന്ത്രി മോദിയെ കണ്ടതോടെയാണ് പുതിയ റെയ്ഡ് ഉണ്ടായത് എന്നതാണ് ആരോപണം. എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ഇത് പറയുന്ന സഹാക്കൾ എന്ന പോങ്ങന്മാർക്കും അറിയാം. ഇനി കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച മാസപ്പടി വിവാദത്തെ കുറിച്ച് നോക്കിയാൽ, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി സേവനങ്ങൾ ഒന്നും നൽകാതെ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയായി കൈപ്പറ്റി എന്നാണ് ഈ വിവാദത്തിന്റെ കാതൽ. അതാണ് ഈ വിവാദത്തിന് ആധാരം. എന്തായാലും വിവാദത്തിന്റെ പ്രധാന പശ്ചാത്തലം ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലുകളാണ് ഈ വിവാദത്തിന് ആധാരമായത്. CMRL എന്ന കമ്പനി രാഷ്ട്രീയ നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥർക്കുമായി കോടാനുകോടി രൂപ നൽകിയതായും ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. ഇതിൽ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് 1.72 കോടി രൂപ നൽകിയതായും രേഖകളുണ്ട്. എന്നാൽ സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് ഈ പണം നൽകിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രതിപക്ഷ നേതാക്കളായ പല പ്രമുഖരുടെയും പേരുകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അന്വേഷണങ്ങളും നടപടികൾ, അതായത് നിയമ നടപടികളും SFIO അന്വേഷണവും, അതായത് എക്സാലോജിക് കമ്പനിക്കെതിരെ ഗുരുതരമായ ക്രമക്കേടുകൾ ആരോപിച്ചാണ് കേന്ദ്ര കോപ്പറേറ്റീവ് കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ED പരിശോധന നടത്തിയതും ഇതിനെതിരെ CPM രംഗത്തെത്തിയതും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയ നേതാവിനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നാരോപിച്ചാണ് നിരവധി പ്രവർത്തകരും അനുഭാവികളുമൊക്കെ പിണറായിയുടെ വീടിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ എത്തുകയും ചെയ്തു. ഏതായാലും വർഷങ്ങളായി തുടരുന്ന ഈ രാഷ്ട്രീയ വേട്ടയാടലിന്റെ തുടർച്ചയാണ് ഈ നടപടിയെന്നും ഇതിൽ വലിയ അടിയന്തരാവസ്ഥ അതായത് ഇതിലും വലിയ അവസ്ഥ അവർ കണ്ടവരാണെന്നും തങ്ങളെന്നും ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ എത്തിയവരുടെ ആക്രോശമായിരുന്നു ഇത്. ED ഉദ്യോഗസ്ഥരെ തെമ്മാടികൾ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു, അതായത് ധൈര്യമുണ്ട് എങ്കിൽ ഇറങ്ങി വരാൻ വെല്ലുവിളിച്ചുകൊണ്ട് കടുത്ത മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളുമായാണ് സഹാക്കൾ എത്തിയത്. മാധ്യമങ്ങൾ ഈ വേട്ടയാടിന് കൂട്ടുനിൽക്കുകയാണ് എന്നും ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നൊക്കെയാണ് പ്രവർത്തകരുടെ ആരോപണം. ആയിരം ധീരന്മാർ രക്തവും ജീവനും നൽകി വളർത്തിയ പ്രസ്ഥാനത്തെ തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രവർത്തകർ. അപ്പോഴും അതെനിക്ക് തെമ്മാടിത്തരം കാണിച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. സത്യത്തിൽ ആരാണ് ഇവിടെ തെമ്മാടിത്തരം കാണിച്ചത്? കാല് തല്ലി ഓടിക്കുമെന്നൊക്കെയാണ്. ഈ ആവേശം നോക്കുന്ന സഹാക്കൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുണ്ടായെന്ന് ഒന്ന് നന്നായിരിക്കും. ഒരു കള്ളത്തരവും അധികം നാൾ മൂടി വെക്കാൻ കഴിയില്ല. സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരികയും ചെയ്യും.